ഫീൽഡ് മാർഷൽ മനേക്ഷ, മനേക്ഷ എൻ്റെ മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരൻ്റെയും ഹീറോയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും കരുത്തനായ നായകൻ. ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എറണാകുളത്ത് വന്നപ്പോൾ 5 നക്ഷത്രങ്ങളുള്ള കാറിൽ അദ്ദേഹം വന്നിറങ്ങുന്നത് റിട്ടയർമെൻറ്റിന് ശേഷമാണ്. ഫീൽഡ് മാർഷൽ നെവർ റിട്ടയേഴ്സ്, അങ്ങനെയാണ് അല്ലേ? ഒരിക്കലും ഫീൽഡ് മാർഷൽ വിരമിക്കുന്നില്ല. മരിക്കും വരെ അദ്ദേഹം ഫീൽഡ് മാർഷലായിരിക്കും. 5 നക്ഷത്രങ്ങളുള്ള, നമ്മുടെ കരസേനാ മേധാവിമാർക്ക്, പോലീസ് മേധാവിമാർക്കൊക്കെ 4 നക്ഷത്രങ്ങൾ വരെയുള്ളൂ. 5 നക്ഷത്രങ്ങൾ ഫീൽഡ് മാർഷലിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഫീൽഡ് മാർഷൽ മനേക്ഷയെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് കുമാർ സാർ. നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടെന്നൊക്കെ മുമ്പ് ഒരിക്കൽ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്, നിങ്ങൾ പലരും എന്നെ വിളിച്ചു, അത് പറഞ്ഞില്ലല്ലോ, ആ ഇൻ്റർവ്യൂ മനേക്ഷയെക്കുറിച്ച് കുമാർ സാർ പറയുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ല എന്ന് നമ്മുടെ പ്രേക്ഷകർ, കുമാർ ചെല്ലപ്പൻ എന്ന് പറയുന്ന വെറ്ററൻ ജേർണലിസ്റ്റിൻ്റെ ആരാധകർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ എക്കാലത്തെയും ഹീറോ ആയിട്ടുള്ള മനേക്ഷയെക്കുറിച്ച് നമുക്ക് ഇത്തവണ സംസാരിക്കാം. ഷുവർ സുനിൽ. ഞാൻ മനേക്ഷ എൻ്റെ ആരാധനാ പാത്രമായിരുന്നു. കൊച്ചുനാളിലെ തൊട്ട് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലെങ്ത്തുള്ള നെയിം സാം ഹർമസ് ജി ഫ്രാംജി ജാംഷെഡ്ജി മാനക്ഷ എന്ന് പറയും. അങ്ങനെയാണോ പേര്? അതെ, ഒന്നുകൂടെ പറഞ്ഞു സാറേ. സാം ഹർമസ് ജി ഫ്രാംജി ജാംഷെഡ്ജി മാനക്ഷ. എൻ്റെ അമ്മ, ഞാൻ ആദ്യം SHFJ മാനക്ഷ എന്നാണ് അദ്ദേഹത്തെ. ചുരുക്കത്തിൽ ശ്യാം ബഹാദൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗോർഖ സുഹൃത്തുക്കളെല്ലാം വിളിച്ചത്. ആ പേര് ശ്യാം ബഹാദൂർ എന്നായി. ഒരു ജീവിച്ചിരിക്കെ തന്നെ ഇതിഹാസ കഥാപാത്രമായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ പോയി കാണാൻ ഒരു കാരണമുള്ളത്, അതിന് ഞാൻ നന്ദി പറയേണ്ടത്, ഇപ്പം നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം, ഡോക്ടർ രാമചന്ദ്രൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ സഹോദരനാണ്. കേരളത്തിലെ ആദ്യത്തെ സൈക്യാട്രിയിൽ MD എടുത്ത ആളാണ് ഡോക്ടർ രാമേന്ദ്രൻ. അപ്പം ഡോക്ടർ രാമേന്ദ്രൻ ഒരു വലിയ ഹോബിയുണ്ട്, അത് ഈ വിൻറ്റേജ് ആൻഡ് ക്ലാസിക് കാറുകളിലെ കളക്ടറെ ശേഖരമുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇപ്പം ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരിക്കൽ പോയി, പെരൂർക്കടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കോമ്പൗണ്ട് ഉണ്ട്. അതിനകത്ത് മുഴുവൻ പല മോഡൽ കാറുകളുണ്ട്. പണ്ടത്തെ പോലെ ഡോഡ്ജ്, ബ്യൂക്ക്, ബുഗാട്ടി, അതുപോലെ ഇപ്പം അതൊക്കെ എവിടെ പോയെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, ഞാൻ ഈ നമ്മുടെ ഫീൽഡ് മാർഷൽ മാനക്ഷയുടെ കയ്യിലൊരു കാറുണ്ട്, അത് ഇതാണ്, സൺബീം റാപ്പിയർ എന്ന് പറഞ്ഞ കാറാണ്. അപ്പം എൻ്റെ ചോദിച്ചു, ഓ എടാ, എന്നാ നീ പോയി അത് മേടിച്ചോണ്ടോ, അത് ഇപ്പം തന്നെ പൊക്കോ, നീ എൻ്റെ കാറ് കൊണ്ടുപോക്കും. ഞാൻ അയ്യോ അതൊന്നും വേണ്ട, നീ പോയി ആ ഫീൽഡ് മാർഷലിൻ്റെ അടുത്ത് ആ കാറ് തരാൻ പറ, ഡോക്ടർ രാമേന്ദ്രനാന്ന് അങ്ങനെ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അല്ല, പോയി കാറിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ചെല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് 2-3 തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഫീൽഡ് മാർഷലായിട്ട്. അദ്ദേഹം ഇവിടെ ഊട്ടിയിൽ കുനൂരിലാണ് താമസിക്കുന്നത്. സ്റ്റെവ്ക എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വീട്. STVEK സ്റ്റെവ്ക. സ്റ്റെവ്ക ഒരു മിലിറ്ററി വേർഡാണ്. നേവി യുദ്ധക്കപ്പലിൻ്റെ ഒരു പ്രത്യേക കമാൻഡറുടെ ബംഗ്ലാവിൻ്റെ പേരാണ് സ്റ്റെവ്ക എന്ന്. അദ്ദേഹം സ്റ്റെവ്ക എന്നാണ് ഇട്ടിരിക്കുന്നത്. എന്ത് മനോഹരമായ വീടാന്നറിയോ സുനിലൊന്ന് കാണണം പോയിട്ട്. ഒരു കുന്നിൻ്റെ മുകളിലാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഈ വീട് ഞാൻ എൻ്റെ കൈ കൊണ്ട് നിർമ്മിച്ച വീടാണ്, കാരണം എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം. അദ്ദേഹം മറ്റേ വെല്ലിംഗ്ടണിലെ സ്റ്റാഫ് കോളേജ് ഉണ്ട്, ഡിഫൻസ് സ്റ്റാഫ് കോളേജ് ഉണ്ട്, അതിൻ്റെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ ആണ് അദ്ദേഹം സ്ഥലം മേടിച്ചതും വീട് പണി തുടങ്ങിയത് അവിടെ. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം അത് അവിടെ സെറ്റിലായി. ഈ ഫീൽഡ് മാർഷൽ മനേക്ഷ ഈ കാറ് മേടിച്ചത്, സൺബീം റാപ്പിയർ മേടിച്ചത് യൂറോപ്പിൽ എവിടെ അദ്ദേഹം പഠനത്തിന് പോയപ്പോൾ ആ കാലത്ത് മേടിച്ചാണ്. അത് ഓടിച്ചുകൊണ്ട് വരിക ചെയ്തത്. അത് കാണാൻ പോയി. ഇപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഈ 2005 അവസാനം 2006 ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോകുന്നത്. അപ്പോഴത്തേക്ക് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ഞാൻ ചെന്ന സമയത്ത്. അവിടെ മറ്റേ മിലിറ്ററി സീനിയർ ഓഫീസേഴ്സിനൊക്കെ അസുഖം വന്നാൽ അഡ്മിറ്റ് ചെയ്യുന്ന ആശുപത്രിയുണ്ട്. അപ്പോൾ അവിടെ എന്താ അദ്ദേഹത്തിൻ്റെ കുഴപ്പമെന്ന് അറിയോ, ഈ അദ്ദേഹം ജീവിച്ചിരുന്നത് തന്നെ 4-5 വെടിയുണ്ടകൾ ഷെല്ല് ഈ ഉള്ളിൽ വയറിൽ തങ്ങി നിൽക്കണ്ടായിരുന്നു. വെടിയേറ്റിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ ബർമീസ് തിയേറ്ററിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. മരിച്ചു എന്ന് കരുതിയതാണ്. അദ്ദേഹത്തിന് കുറേ വെടിയുണ്ട കൊണ്ട് 9 വെടിയുണ്ടയെ കണ്ട് കയറി. അത് കഴിഞ്ഞ്
കുറച്ചൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്ത, പക്ഷേ ഷെല്ലുകൾ പലതും അതിനുള്ളിൽ തളച്ച് നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ആ യുദ്ധരംഗത്ത് വെച്ചാണ് അദ്ദേഹത്തിന് മിലിറ്ററി ക്രോസ് എന്ന് പറഞ്ഞത്. വിക്ടോറിയ ക്രോസിന് തൊട്ട് താഴെയുള്ള ബഹുമതിയാണ്, സൈനിക ബഹുമതിയാണ് മിലിറ്ററി ക്രോസ്. അത് കൊടുക്കാനായിട്ട് അവിടുത്തെ കമാൻഡിങ് ചീഫിന് അധികാരമുള്ളൂ, ബ്രിട്ടൻ ഈ മറ്റേ ബർമീസ് ഇതിനുള്ള. അയാൾ അപ്പം തന്നെ ഈ മാനേക്ഷ മരിച്ചു പോകും എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ട് തന്നെ അവാർഡ് കൊടുത്തു. ഈ മരിച്ച് ബോധമില്ലാണ്ട് കിടക്കുമ്പോൾ, എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ട് പിന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അത് 93-ാമത്തെ വയസ്സിലോ 90 വയസ്സ് കഴിഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ പോയി കാണുമ്പോൾ 91 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടായിരുന്നു കുറേ. അതിനിടയ്ക്ക് ഞാൻ ചെല്ലുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹം ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ സൈനിക കമാൻഡർമാരുടെയൊക്കെ ഒരു മീറ്റിങ്ങിൽ ഇദ്ദേഹം എപ്പോഴും ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണല്ലോ, അങ്ങനെ പോയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അസുഖം ബാധിച്ച് വീണ്ടും ആശുപത്രിയിൽ. അപ്പം ഞാൻ മിനിറ്റുകളെ ഞങ്ങൾ കണ്ടിട്ടു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടിയ സമയത്ത്, സർ ഈ ഒസാമ ബിൻ ലാദനെയൊക്കെ പറ്റിയിട്ട് എന്താ പറയുക വെച്ചു. ഓ ബോയ്, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹി, ഹൂ ഈസ് ഹി, ഐ ഡോണ്ട് നോ, ഐ ലോസ്റ്റ് ട്രാക്ക് ഓഫ് ഓൾ ദോസ് തിങ്സ്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും ആലോചിക്കാറില്ല. പിന്നെ ഈ ഇദ്ദേഹം ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സിൻ്റെ ചെയർമാനായിരുന്നു. അക്കാലത്താണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് ഹോക്കി കിട്ടിയത്, ചാമ്പ്യൻഷിപ്പ് ആയത് 74-ലും. അപ്പം ഞാൻ ചോദിച്ചു, ഇന്ത്യൻ ഹോക്കി വളരെ മോശം കണ്ടീഷനിലാണല്ലോ, ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? Call M.A.M. M.A.M. is the ideal person. M.A.M. രാമസ്വാമി, അന്ന് IHF-ന്റെ പ്രസിഡന്റ് M.A.M. രാമസ്വാമി ആയിരുന്നു. മൂപ്പരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ടീമിനെ ഇവിടെ ഹോക്കി മലേഷ്യയിലെ ഹോക്കി കളിക്കാൻ പോയി. അവിടെ വെച്ച് ഇന്ത്യ വിൻ ചെയ്തു. ഒരേ ഒരു തവണ ഇന്ത്യ ഹോക്കി വേൾഡ് കപ്പ് ആയിട്ട് വിൻ ചെയ്തിട്ടുള്ളൂ. അതപ്പോഴാണ് 74-75 അങ്ങനെ കുറേ മിനിറ്റുകളെ സംസാരിച്ചുള്ളൂ. തീരെ ആവശ്യമാണ്. പക്ഷെ എന്തൊരു പേഴ്സണാലിറ്റി ആയിരുന്നു കാണാൻ എന്ന് അറിയാമോ. അദ്ദേഹത്തിനെ കണ്ട ഒരു അക്കാലത്ത് ഒരു 60 വയസ്സ് പോലും തോന്നില്ലായിരുന്നു. ഹാൻഡിൽ ബാർ മുസ്റ്റാഷൊക്കെ വെച്ച് ചിരിച്ച് വളരെ ഇതായിട്ട് സംസാരിച്ചു. പക്ഷെ വർത്തമാനം പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു മകള് കൂടെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്തൊന്നും അധികം സംസാരിക്കേണ്ടെന്ന് ഞാൻ അപ്പം തന്നെ പോകുന്നു. വന്നിട്ട് വീട്ടിലൊക്കെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് എന്താ ഷെറി ബട്ട്ലിവാല എന്നാണ് അവരുടെ. പിന്നെ അവരുടെ ഭർത്താവിൻ്റെ പേര് ബട്ട്ലിവാല. പിന്നെ രണ്ടാമതൊരു മകളുണ്ട് മാജ ദാരുവാല. അപ്പൊ ഈ പാഴ്സികളില് അവരുടെ സർനെയിമാണ്. പേര് കേട്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം. ഫീൽഡ് മാർഷലിന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇതെന്താ ഇവരുടെ പേര് ദാരുവാല? അവര് പണ്ട് തൊട്ടേ മദ്യ കച്ചവടക്കാരാണ്. ദാരു മദ്യമാണ്, മദ്യ വിൽപ്പന ആൾക്കാർ. അപ്പൊ അതുവരെ ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പറയാണ്, മനുഷ്യയുടെ മൂത്ത ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബോട്ടിൽ വാലയാണ്, ബോട്ടിൽ കച്ചവടക്കാരനായത്. അതുകൊണ്ടാണ് ബോട്ടിൽ വാല എന്നുള്ള പേരിട്ട്. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ഭയങ്കര എന്താ പറയണ തുറന്ന പുസ്തകമാണ്. അദ്ദേഹം ഒറ്റയാളാണ് 71-ലെ വിജയം, ഇന്ത്യ പാകിസ്ഥാനുമേൽ നേടിയ വിജയത്തിന്. കേട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധി അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ പറ്റൂല അദ്ദേഹം. അത് സംഭവം എന്താ വെച്ചാൽ, ഒരു ദിവസം ഇദ്ദേഹത്തിന് മീറ്റിങ്ങിലേക്ക് അർജന്റായിട്ട് ഓഫീസിലേക്ക് വിളിച്ചു ഇന്ദിരാഗാന്ധി. അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ YB ചവാൻ, രാജ്യരക്ഷാ മന്ത്രി ജഗ്ജീവൻ റാം, YB ചവാൻ ധനകാര്യമന്ത്രി, രാജ്യരക്ഷാ മന്ത്രി ജഗ്ജീവൻ റാം, വിദേശകാര്യമന്ത്രി സ്വരൺ സിംഗ്, പിന്നെ ക്യാബിനറ്റ് സെക്രട്ടറി, ഇത്രയും പേരുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നു. അപ്പോൾ എൻ്റെ 3-4 ടെലഗ്രാമൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു ഈ ഇന്ദിരാഗാന്ധി മനേക്ഷായ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ചീഫ് എന്താണ്, ടെലഗ്രാംസ് ഫ്രം സ്റ്റേറ്റ് എന്താണ്, ബംഗാൾ ചീഫ് മിനിസ്റ്റർ, ആസാം ചീഫ് മിനിസ്റ്റർ, ത്രിപുര ചീഫ് മിനിസ്റ്റർ, ബംഗാളികളിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾ വന്ന് നിറയുക. അവർ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ വന്ന് നിറയുക. അവർ വലിയ പ്രശ്നമായിരിക്കണം. എന്നിട്ട് ഇന്ദിരാഗാന്ധി ചോദിച്ചു, സാം വാട്ട് ആർ യു ഗോയിങ് ടു ഡു അബൌട്ട് ദിസ്? നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചു. ഇവരെ നോക്കിയിട്ട് പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ, ഐ കൻ നോട്ട് ഡു എനിത്തിങ് അബൌട്ട് ദാറ്റ്, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. എനിക്കൊന്നും ചെയ്യാനില്ല. നോ ഇത് അവരെ തടഞ്ഞു നിർത്തണം എന്നുണ്ടോ? തടഞ്ഞു നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ വാർ. അത് പറഞ്ഞു, ഐ ഡോണ്ട് മൈൻഡ്, ലെറ്റ് ദ വാർ ബി ദർ. ഇതെങ്ങനെ മെയ് മാസം ജൂണിലോട്ടാണ് നടക്കണം. അപ്പൊ ഇന്ദിരാഗാന്ധിയോട് മാനേഷ് ചോദിച്ചു, പ്രൈം മിനിസ്റ്റർ, ഹാവ് യു റെഡ് ദ ബൈബിൾ?
അപ്പോൾ ഈ സ്വരൺ സിംഗ് പറഞ്ഞു, ഇത് മനുഷ്യ പറഞ്ഞ് ഞാൻ ഓഡിയോ ഇതിൽ കേട്ടതാണ്. അല്ല, സ്വരൺ സിംഗ് ഇല്ലേ വിദേശകാര്യ, അയാൾ പഞ്ചാബിയാണ്, സർദാർജിയാണ്. അരേ വാർ ഓർ ബൈബിൾ കെ ബീച്ച് മേ ക്യാ ഹൈ? ബൈബിളും യുദ്ധമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചാൽ, ദർ ഈസ് എ റിലേഷൻ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് ദർ ബി ലൈറ്റ്. ഗോഡ് ആദ്യം ദൈവം വന്നിട്ട് പറഞ്ഞു വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ലെറ്റ് ദർ ബി എയർ എന്ന് പറഞ്ഞ വായു ഉണ്ടായി. ലെറ്റ് ദർ ബി വാട്ടർ എന്ന് പറഞ്ഞു, വാട്ടർ ഉണ്ടായി. അതുപോലെ പ്രൈം മിനിസ്റ്റർ, യു കനോട്ട് ഓർഡർ വാർ ആൻഡ് ഐ കനോട്ട് ക്രിയേറ്റ് വാർ ഔട്ട് ഓഫ് നത്തിങ്. ഐ ഡോണ്ട്, എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ആർ ദെയർ. എനിക്ക് നിങ്ങൾ പറയണ പോലെ യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു തയ്യാറെടുപ്പ് വേണം. ഒന്നാമത്തെ ഇവിടെ കാലാവസ്ഥ ഇതായിരിക്കും, മഞ്ഞുരുക്കും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പൊങ്ങും. വെള്ളപ്പൊക്കത്തിൽ എനിക്ക് പട്ടാളക്കാരെയും കൊണ്ട് പോകാൻ പറ്റൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂപ്പ് മൂവ്മെൻറ്റ് നടത്താൻ പറ്റൂല. വേറെ ഒന്ന്, ഇവിടെ ഹാർവെസ്റ്റിംഗ്, കൊയ്ത്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫുഡ് മിനിസ്റ്റർ അയാൾക്ക് ഉള്ള ട്രെയിൻ വാഗൺസ് മുഴുവൻ വേണ്ടി വരും. ആ വാഗൺസ് മുഴുവൻ അയാൾക്ക് കൊടുത്ത റെയിൽസ് വിൽ ബി, അന്ന് ഈ പറയുന്ന റെയിൽസും സംവിധാനം അത്ര ഫുള്ളായിട്ടില്ലല്ലോ. അപ്പോൾ അതിന് മുഴുവൻ റെയിൽ അങ്ങനെ പോകും. എൻ്റെ കയ്യിൽ ആയിക്കൂടിയുള്ള 2-3 പാറ്റൻ ടാങ്കും പിന്നെ കുറച്ച് ഇത് മാത്രമുള്ള ആർമേഡ് കാരിയറുള്ളൂ. അത് വെച്ച് യുദ്ധം ചെയ്യാൻ പറ്റുമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യുദ്ധം എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. യുദ്ധം ചെയ്യണമെങ്കിൽ ഇതിനൊക്കെയുള്ള പ്രിപ്പറേഷൻസ് വേണം. അത് എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ മേ ബി സം ടൈം ഇൻ നവംബർ ഓർ ഡിസംബർ, അല്ലാണ്ട് അതിനൊന്നും വീട്ടിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല. ശരി, ഇന്ദിരാഗാന്ധി ഭയങ്കര ദേഷ്യപ്പെട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, ദ മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്, വി വിൽ മീറ്റ് അറ്റ് 4 o'clock. അപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം മനക്ഷയായിട്ട് അവസാനം ആണ് പോകണത്. റൂമിൻ്റെ ഒരു ജൂനിയർ മോസ്റ്റ് മൂപ്പറാണല്ലോ. പോകാൻ നേരത്ത് ഇവർ പറഞ്ഞു, സാം യു സ്റ്റേ ബാക്ക്. അപ്പം തന്നെ മനുഷ്യക്ക് എന്തോ ഹി കുഡ് സ്മെൽ സംതിങ്. ഇവർ പറഞ്ഞു, പ്രധാനമന്ത്രി എടുത്ത് ചോദിച്ചു, പ്രൈം മിനിസ്റ്റർ, ബിഫോർ യു സ്റ്റാർട്ട് ടോക്കിംഗ് ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഡു യു വാണ്ട് മൈ റിസിഗ്നേഷൻ ലെറ്റർ ബേസ്ഡ് ഓൺ മൈ മെൻ്റൽ ഇൻസ്റ്റബിലിറ്റി ഓർ മൈ ഫിസിക്കൽ ഡിഫോർമിറ്റി? എനിക്ക് തലയ്ക്ക് വട്ടായതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യണോ, അതോ എനിക്ക് ശാരീരികമായി തകർന്നുകൊണ്ട് റിസൈൻ ചെയ്യണോ? ലീവ് ഇറ്റ്. തമാശ പറയല്ലേ, കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത്. ഇങ്ങനെയൊന്നും ഇപ്പോൾ ഇതാവില്ല, ഈ എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് മഴ പെയ്യും, മറ്റേ സമ്മർ വരും, സമ്മർ വന്നാൽ വെള്ളപ്പൊക്കം വരും, ആ തൊട്ട് നോർത്ത് ഈസ്റ്റിൽ ഇത് ഈ വെള്ളപ്പൊക്കം വരും. അപ്പോൾ ആ പട്ടാളത്തിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നോർത്തിലുള്ള പട്ടാളക്കാരെ മുഴുവൻ വിളിച്ച്, നോർത്ത് ഈസ്റ്റിലുള്ള പട്ടാളക്കാരെ മുഴുവൻ വിളിച്ച് ബംഗ്ലാദേശ് ബോർഡറിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ചൈനക്കാർ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല എന്ന് പ്രൈം മിനിസ്റ്റർ. ഇവർ മാഡം എന്നൊന്നും വിളിക്കില്ല കേട്ടോ, പ്രൈം മിനിസ്റ്ററിനെ വിളിക്കുള്ളൂ ഇന്ദിരാഗാന്ധിനെ. അപ്പോൾ അത് ജഗ്ജീവൻ റാം മറ്റു പറഞ്ഞു, ഇങ്ങനെ മാഡം വിളിച്ചോട്ടെ സംസാരിക്കണം. അപ്പോൾ പറഞ്ഞു, മിനിസ്റ്റർ, ഞാൻ ഫ്രഞ്ച് ഭാഷയാണ് പഠിച്ചത്. ഫ്രഞ്ച് ഭാഷയിലെ മാഡം എന്ന് പറഞ്ഞാൽ ദ ഹെഡ് ഓഫ് എ ഡേർട്ടി ഹൗസ്, ഒരു വേശ്യാലയത്തിൻ്റെ നടത്തിപ്പുകാരി എന്നാണ് അർത്ഥം. ഞാൻ പറയില്ല എൻ്റെ പ്രൈം മിനിസ്റ്റർ. ടങ്ങിൻ്റെ ചീക്ക് റിപ്ലൈ ആണ്. അപ്പോൾ മൂപ്പരില്ലേ, ഇപ്പോൾ എന്താ പറയുക, ഇന്ദിരാഗാന്ധി പറഞ്ഞു, യു ഡിസൈഡ് ആൻഡ് യു വെൻ യു ആർ റെഡി യു ഇൻഫോം മീ, വി വിൽ ഡിക്ലെയർ വാർ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെയാണ് ആ യുദ്ധം ജയിച്ചത്. അദ്ദേഹത്തിന് ഇഷ്ടമനുസരിച്ചിട്ടാണ് നടന്നത്. അതേസമയം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സൈനിക മേധാവിയായിരുന്നു അദ്ദേഹം. അതായത് ഞാനൊരിക്കൽ പറഞ്ഞില്ലേ, BM കൗൾ എന്ന് പറഞ്ഞൊരു ലഫ്റ്റനന്റ് ജനറൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അയാൾ നെഹ്റുവിൻ്റെ അടുത്ത ബന്ധുവാണെന്നാണ് അയാൾ അവകാശപ്പെട്ടിരുന്നത്. നെഹ്റുവും പറഞ്ഞു അയാളെൻ്റെ ബന്ധു, ബൈ മാരേജ് എന്തെങ്കിലും ഇതുണ്ടാവുമായിരിക്കും. അപ്പോൾ അയാളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം. അയാൾക്ക് ജനറൽ ആവാൻ പറ്റൂല. അപ്പോൾ ലെഫ്റ്റനൻറ്റ് ജനറൽ ആക്കി കഴിഞ്ഞിട്ട് അയാളെയൊക്കെ വലിയ പദവി കൊടുത്തിരുത്താനായിട്ടാണ് നെഹ്റു തീരുമാനിച്ചത്. നെഹ്റുവിന് ഓശാന പാടാനായിട്ട് VK കൃഷ്ണമേനോൻ ഉണ്ടായിരുന്നു. ഇയാൾ എന്നിട്ട് ആ പദവി കിട്ടിയ ഉടനെ തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നത്, ചൈനേനെ അറ്റാക്ക് ചെയ്യാൻ പോയി. അവിടെ ആരും ചെല്ലാത്ത സ്ഥലത്ത് ഇയാൾ ചെല്ലാൻ പാടില്ലാത്ത സ്ഥലത്ത് ഇയാൾ കയറി പട്ടാളക്കാരെയും കൊണ്ടുപോയി. പട്ടാളക്കാർ വെടിവെച്ചു, ചൈനക്കാർ തിരിച്ചു വെടിവെച്ചു. ഇയാൾക്ക് ഉടനെ തന്നെ ഡയറിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അടുത്ത ഒരു ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ വന്നു. അപ്പോൾ ഈ BM കൗള് എങ്ങനെയാണ് ഈ പട്ടാള ഗൂഫ് അപ്പ് ചെയ്ത് തകർപിടിയാക്കി എന്നുള്ളതിനെ കുറിച്ചിട്ട് ലോക മിലിറ്ററി അക്കാഡമികളിലൊക്കെ പഠനമുണ്ട് ഇപ്പോഴും. എങ്ങനെ ഒരു യുദ്ധം ചെയ്യരുതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൗളിൻ്റെ ഉദാഹരണമാണ്. ആ കൗള് ഈ മനക്ഷയെ കണ്ടുപോകാൻ ഹാരസ് ചെയ്തിരുന്നു. പ്രൊഫഷണൽ ജലസി.
ഏറിയ ഭയങ്കര ഹാൻസം അല്ലേ കാണാനായിട്ട് മാനുഷ. പിന്നെ അത് മാത്രമല്ല, അതിനേക്കാളും വലിയ ബുദ്ധിമാൻ. എന്ത് പറഞ്ഞാലും അതിനൊക്കെ മറുപടി പറയും. വി.കെ. കൃഷ്ണമേനോൻ എന്ത് ചെയ്തു? നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി, വിജയലക്ഷ്മിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി മാനുഷയെ ഹാരസ് ചെയ്തു. അവസാനം വി.കെ. കൃഷ്ണമേനോൻ തന്നെ ഇയാളെ കൗൾ ഔട്ടായതോടുകൂടി വി.കെ. കൃഷ്ണമേനോനും ഔട്ടായി, ഇതായത്. പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകം ഉണ്ടായിരുന്നു. ആർമി ജീവിതം എന്ന് പറയുന്നത്, ഒരു ആർമി സോൾജിയർ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം ഒരു സോൾജിയർ, എങ്ങനെയൊക്കെ ആവരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫീൽഡ് മാർഷൽ മാനക്ഷ. അദ്ദേഹത്തിന് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ, ജനറൽ കുമാരമംഗലം ചീഫ് ഓഫ് സ്റ്റാഫ് ആയത്, അതിന് തൊട്ട് മുമ്പ് വേറെ ഒരു ജനറൽ ചൗധരി ഒക്കെയായിരുന്നു ചീഫ് ഓഫ് സ്റ്റാഫ് ആയത്. ചീഫ് ഓഫ് സ്റ്റാഫ് ആയി കഴിഞ്ഞിട്ട് മാനക്ഷയെ പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇന്ദിരാഗാന്ധി. അപ്പം മാനക്ഷ പറഞ്ഞു, നത്തിങ് ഡൂയിങ്. എനിക്ക് മുമ്പ് സീനിയോറിറ്റി ഉള്ളത് ജനറൽ കുമാരമംഗലാണ്, അയാളെ പിടിച്ച് ചീഫ് ഓഫ് സ്റ്റാഫ് ആക്കണം. അത് അയാൾ റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചീഫ് ഓഫ് സ്റ്റാഫ് ആയാൽ മതി പറഞ്ഞു. അതിനു മുമ്പ് വി.കെ. കൃഷ്ണമേനോൻ തെറ്റാനുള്ള വേറൊരു കാര്യമുണ്ട്. തിമ്മയ്യ എന്ന് പറഞ്ഞ കരസേനാ മേധാവി ഉണ്ടായിരുന്നു. ഭയങ്കര ടഫ് ആൻഡ് ടാസ്ക് മാസ്റ്ററാണ്. ഈ തിമ്മയ്യനെ വി.കെ. കൃഷ്ണമേനോൻ എന്തോ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഈസ്റ്റേൺ കമാൻഡിൻ്റെ ചീഫായിരുന്നു മാനക്ഷ ഒരിക്കൽ. അപ്പോൾ അവിടെ വന്നപ്പോൾ മാനക്ഷയുടെ അടുത്ത് ചോദിച്ചു, ഈ കൃഷ്ണമേനോൻ ചോദിച്ചു, ഈ ഹൗ ഇസ് ദിസ് മാൻ തിമ്മയ്യ, ഡു യു ലൈക്ക് ഹിം ഓർ നോട്ട്? അപ്പോൾ പറഞ്ഞു, മിനിസ്റ്റർ മേനൻ, ഇന്ന് ഈ പറഞ്ഞത് നിങ്ങൾ ചോദിച്ചത്, എൻ്റെ അടുത്ത് ചോദിച്ചത്, ലെറ്റ് ദിസ് ബി ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം യു ആസ്ക് സച്ച് എ ക്വസ്റ്റ്യൻ ടു ആൻ ആർമി ഓഫീസർ. ജനറൽ തിമ്മയ്യ ഈസ് മൈ ബോസ്. എൻ്റെ ബോസാണ് ജനറൽ തിമ്മയ്യ. നാളെ ഞാൻ ഇരിക്കാനുള്ള കസേരയാണത്. അപ്പം ഞാൻ നാളെ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടും ചോദിക്കുക എന്നെ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയാണെന്നുള്ള കുനിഷ്ടം കുശുമ്പം ചോദിക്കുക. ഐ ഡോണ്ട് ലൈക്ക് ബാൻഡറിങ്, ഐ ഡോണ്ട് ലൈക്ക് ഗോസിപ്പിംഗ് അബൌട്ട് പീപ്പിൾ. അന്നോട്ട് മാനക്ഷയെ ഇയാൾ ഉപദ്രവിക്കാൻ തുടങ്ങി. ദാറ്റ് ഇസ് ഇറ്റ്. ഫീൽഡ് മാർഷൽ മാനക്ഷ വാസ് എ ഫിനോമിനൻ. അല്ലെ, ചില കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മൾ നെറ്റിൽ കാണുമ്പോൾ അറിയാം. അദ്ദേഹം ചീഫ് ഓഫ് സ്റ്റാഫ്, ഒരു മേജർ നോർത്തേൺ കമാൻഡിൻ്റെ ചീഫായിരുന്ന സമയത്ത് അദ്ദേഹം നടന്നു വരുമ്പോൾ ഒരു ആർമി ക്യാപ്റ്റൻ നിൽക്കണം, ക്യാപ്റ്റൻ ഓർ മേജർ. അപ്പോൾ അയാളുടെ മുമ്പിൽ നിന്ന് ഒരു സോൾജർ സല്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുക, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാനക്ഷ ചെന്നിട്ട് ചോദിച്ചു, വെൽ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? അപ്പോൾ ഉടനെ ഈ മേജർ പറഞ്ഞു, ദിസ് ഈസ് സുബേദാർ. ദിസ് ഫെലോ ഡിഡ്ന്റ് സല്യൂട്ട് മീ സർ വെൻ ഹി സോ മീ. ഓ ഓക്കെ, കൊള്ളാം, ആർമി മീൻസ്. അപ്പം ഞാൻ അയാളോട് 5000 തവണ എന്നെ സല്യൂട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പം മാനേജർ നോക്കിയിട്ട്, കൊള്ളാം, ആർമിയിൽ ഡിസിപ്ലിൻ വേണം, ദിസ് ഈസ് ദ വേ ഡിസിപ്ലിൻ ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ സല്യൂട്ട് തുടർന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ദർ ഇസ് വൺ സിസ്റ്റം. Every time an officer and a jawan salute an officer, the officer has to give back the salute. Salute का जवाब salute से ही देने का है, तो आपको भी salute करना पड़ेगा इतना बार. അതോടുകൂടി കച്ചവടം. ഇതൊക്കെ അതുപോലെ വേറൊന്നുള്ളത്, ഒരിക്കൽ പറഞ്ഞാൽ ചെനാബ് നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ത്യൻ ആർമിയിലെ കുറേ ഓഫീസർമാരും 4 പേരുള്ള ഒരു ബോട്ടിനകത്ത് 10-12 പേരുണ്ട്. ചെനാബ് നദിയിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങി. അത് മാത്രമല്ല, ബോട്ട് മുങ്ങാൻ തുടങ്ങി. ബോട്ടിനകത്ത് എന്തോ തകരാറ്. ആർമി ബോട്ടല്ല, അതിനകത്ത് ലൈഫ് ബെൽറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവരൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഓ രക്ഷപ്പെടണം, ഇതാ മറ്റോ ഒരു ഇതൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. ഒരാൾ മാത്രം നിശബ്ദനായിട്ടിരിക്കുക, അതെല്ലാം കണ്ടുകൊണ്ട് മീശം തടവിക്കൊണ്ട് മാനക്ഷ. അപ്പോൾ അവസാനം എന്താ, എല്ലാവരും ബോട്ട് മുങ്ങി, നീന്താൻ കൂടി പറ്റില്ല, ഭയങ്കര ഒഴുക്കാണ്. ഭാഗ്യത്തിന് വേറൊരു ആർമി ബോട്ട് അതുവഴി വന്നു, ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി. അപ്പോൾ അതിലൊരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു മാനേജറുടെ അടുത്ത്, സർ, ഞങ്ങളൊക്കെ ജീവന് വേണ്ടി പോരാടുന്ന പോലെ എങ്ങനെയാണ് രക്ഷപ്പെടണമെന്ന് ആലോചിക്കായിരുന്നു സാർ. താങ്കൾ വളരെ കൂളായിട്ട് മീശ നടുവിരുന്നു. എന്താ സാർ ഉദ്ദേശിച്ചിരുന്നത്? സാറിന് ഒരു ഭയമില്ല എന്ന് വെച്ചു. പറഞ്ഞു, അല്ല, നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണുണ്ടല്ലോ, അവിടെ നിന്ന് ചാടി ഇവിടെ ചാടുന്നുണ്ട്, അതെന്തിനാന്ന് വെച്ചാൽ അല്ല, നീന്തി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ദാറ്റ്സ് എ പോയിന്റ്. എനിക്ക് നീന്തൽ അറിയാൻ പാടില്ല, പിന്നെ ഞാൻ ചാടിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഒരു സംഭവമുണ്ട്, ഇത് ഒരു മുൻ കരസേനാ മേധാവി അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയിരിക്കുന്ന സംഭവമാണ്. ഇദ്ദേഹം നോർത്തേൺ കമാൻഡിൻ്റെ ചീഫായിരുന്നു.
ലെഫ്റ്റനൻറ്റ് ജനറലായിട്ട്. അപ്പോൾ അവിടെ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് ഓഫീസിൽ വരും, 1 മണിയാകുമ്പോൾ തീരും. പിന്നെ വീട്ടിൽ പോയി കിടന്നുറങ്ങുക, അല്ലെങ്കിൽ വൈകുന്നേരം ഗെയിംസിനൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ദിവസം ഈ ഷർട്ടും മറ്റേ ഷോർട്ട്സും ഇട്ടിട്ട് നടന്നു വരുമ്പോൾ ഒരു യുവ ഓഫീസർ ജഡ്ക്കായിൽ വന്ന് ഇറങ്ങി അവിടെ. ജഡ്ക്ക മീൻസ് കുതിരവണ്ടിയിൽ വന്നിട്ട് അയാളുടെ 2-3 സൂട്ട് കേസ് ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് വരുമ്പോഴാണ് വലിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. അപ്പോൾ ഈ ഒത്തിരി പ്രായമായ ആളാണല്ലോ ഈ ചെറുപ്പക്കാരൻ. അയാൾ ചോദിച്ചു, മാമാജി എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഇതർ കോയി കൂലി നഹി ഹേ, ഇതർ കൂലി നഹി മിലേഗ. അത് പോർട്ടർമാരൊന്നും ഇവിടെ കിട്ടൂല, എന്താ വേണ്ട, എന്ത് ഹെൽപ്പാണ് വേണ്ട. അല്ല, എൻ്റെ കയ്യിൽ ഈ 3 വലിയ സൂട്ട് കേസ് ഉണ്ട്, എനിക്ക് അതൊന്ന് ഗസ്റ്റ് മെസ്സിലേക്ക്, ഓഫീസേഴ്സ് മെസ്സിലേക്ക് പോകണം. അതിനൊന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാമല്ലോ സാഹബ് എന്ന് പറഞ്ഞിട്ട് 2 സൂട്ട് കേസ് ഇദ്ദേഹം എടുത്ത് നടക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നു പോകുമ്പോൾ ഈ ഇത് ഏറ്റവും അവിടെ എത്താറായി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പേരെന്താന്ന് വെച്ചു. പേര് സാം എന്നാണ്. എന്താ ജോലി എന്ന് വെച്ചു. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളവർ വരുമ്പോൾ നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യുക, അതാണ് ജോലി. പിന്നെ അല്ലാത്ത സമയത്ത് ഈ ഓഫീസിൽ വന്നിരിക്കും എന്ന് പറഞ്ഞു. അത് അവിടെ ചെല്ലുമ്പോൾ ഇല്ലേ, ഈ കെട്ടിടത്തിൻ്റെ മെസ്സിൻ്റെ അടുത്ത് എത്തുമ്പോൾ കാണുന്നവരൊക്കെ ഇദ്ദേഹത്തിനെ സല്യൂട്ട് ചെയ്യുക. ഇയാള് പേടിച്ചിട്ട് നോക്കി കഴിഞ്ഞ് പറഞ്ഞു, അല്ല നിങ്ങൾ എന്ത് ജോലിയാണ് ഇവിടെ ചെയ്യുന്നത്? ഞാനാണ് ഇവിടുത്തെ ഈ കമാൻഡർ, നോർത്തേൺ കമാൻഡർ. ഡോണ്ട് ആസ്ക് മീ. മറ്റേ ആള് ബോധം കിട്ടി വീണ് അത് കേട്ടതോടുകൂടി. അപ്പം ഇതുപോലെ കുറേ അധികം സംഭവമുണ്ട്. എത്രയോ പുസ്തകങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുമ്പോൾ ആരോ ചോദിച്ചു, ആത്മകഥ എഴുതിക്കൂടെ, ഓർമ്മക്കുറിപ്പുകൾ എഴുതിക്കൂടെ. അപ്പോൾ അത് എനിക്ക് ആ സമയത്ത് അതിനുള്ള യാതൊരു താല്പര്യമില്ല, എന്നെക്കുറിച്ച് വേണം മറ്റുള്ളവർ എന്ത് വേണം എഴുതിക്കോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു ആത്മകഥ മിസ്സായി പോയി. ഗംഭീരായിരുന്നു. നരമനയൊക്കെ എഴുതിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, മനേക്ഷ എഴുതിയിരുന്നെങ്കിൽ എന്താ ഭയങ്കരമായിരുന്നു. വളരെ സെൻസ് ഓഫ് ഹ്യൂമർ, നല്ലൊരു മ്യൂസീഷ്യൻ ആയിരുന്നു അദ്ദേഹം. ആ വീട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം, അവിടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്, പിയാനോ ഒക്കെ ഉണ്ട്, ഉള്ള വെസ്റ്റേൺ ജാസ് ആൻഡ് ക്ലാസിക്കൽ അതിൻ്റെയൊക്കെ ഞാനുള്ള സമയത്ത് അവിടെ പോകുമ്പോൾ CD-യുടെ സമയമായിരുന്നു, എല്ലാ CD-യുടെ കളക്ഷനും ഉണ്ട്. പിന്നെ നല്ലൊരു ഡോഗ് ബ്രീഡറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കെന്നലിൽ ബ്രീഡ് ചെയ്ത നായ്ക്കുട്ടികൾക്കൊക്കെ വളരെ ഡിമാൻഡായിരുന്നു ഫിലിം. വേറൊരു കാര്യം അറിയോ, ഈ അദ്ദേഹം ആർമിയിൽ നിന്ന് റിട്ടയർഡായി പോന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ 3 ഗൂർഖകളും ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. അവരും ആർമിയിൽ നിന്ന് റിട്ടയർഡായി ഇദ്ദേഹത്തിൻ്റെ കൂടെ ആണ് താമസിച്ചിരുന്നത് മുഴുവൻ. രാം സിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്. ഒരു അസാമാന്യ പ്രതിഭാസമായിരുന്നു ഫീൽഡ് മാർഷൽ മാനേക്ഷ എന്ന് പറയുന്നത്. പക്ഷെ എനിക്കൊരു വലിയ ട്രാജഡി ആയിട്ട് തോന്നിയത് 2007 അദ്ദേഹം മരിച്ചത്. 2007 അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു ശവസംസ്കാരം ഇത് നടത്തിയില്ല. അവർ ഈ പാഴ്സികളായതുകൊണ്ട് ബോഡി അല്ല, അതോടെ ബറി ചെയ്യുക ചെയ്ത്. ഈഗിൾസ് ഇല്ല അവിടെ. ഈഗിൾസിന് കണ്ടുപോകാൻ ഈ നമ്മുടെ ഈ ഒരു ഡൈക്ലോണോഫിനാക് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടല്ലോ, കന്നുകാലികളിൽ കുത്തിവെക്കണ. ഈ കന്നുകാലികളിലെ ഡെഡ് ബോഡി തിന്നിട്ട് കഴുകന്മാർ മുഴുവൻ ചത്തുപോയിരിക്കുന്നു അവിടെ. പാഴ്സികളുടെ ബോംബെയിൽ അവർക്ക് ടവർ ഓഫ് സൈലൻസ് ഉണ്ട്, അവിടെയാണ് കൊണ്ടുപോയി ഡെഡ് ബോഡി വെക്കുക. പക്ഷെ ഇപ്പൊ ഇന്നാളെ രത്തൻ ടാറ്റയൊക്കെ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ കൊണ്ടുപോയി ക്രിമേറ്റ് ചെയ്യുക ചെയ്തത്. മാനേക്ഷയ്ക്ക് അല്ല, ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ പങ്കെടുക്കേണ്ട ചടങ്ങായിരുന്നു അത്. ആന്റണി ആയിരുന്നു അന്ന് പ്രതിരോധ മന്ത്രി, പോയില്ല. എന്നിട്ട് ഏതോ ഒരു സഹമന്ത്രി പല്ലൻ രാജു എന്ന് വന്നിട്ട് പറഞ്ഞ ഒരുത്തനെ, അയാളെയാണ് അയച്ചത്. വേറെ ഇതൊന്നും നടത്തില്ല. സൈനിക ബഹുമതിയോടുകൂടി സംസ്കരിച്ചു. പക്ഷെ ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷലാണ് അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷലാണ്. അദ്ദേഹത്തിന് കുറെ കൂടി എന്താ പറയണേ, ഒരു മാന്യമായ ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയപ്പ് കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ല അവർ. ഏതായാലും അത്ഭുതകരമായ കഥയാണ് ഫീൽഡ് മാർഷൽ മനേക്ഷയെ കുറിച്ച്. നമ്മൾ ഒരു ദിവസം പറഞ്ഞാലും ഇഷ്ടംപോലെ കഥയുണ്ട് അദ്ദേഹത്തെ പറയണത്. അദ്ദേഹം പറയണത് ആവറേജ് കോമൺ സെൻസും പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക്
മാത്രമേ ലീഡർ ആവാൻ പറ്റുള്ളൂ. പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് പ്രൊഫഷണൽ നോളജ് ഇതുണ്ടെങ്കിൽ മാത്രമേ ആവുള്ളൂ. അതല്ലാതെ ഒരു പ്രധാനമന്ത്രിയുടെ മോനായതുകൊണ്ടോ അല്ലെ പ്രധാനമന്ത്രിയുടെ കൊച്ചുമോനായതുകൊണ്ടോ അതല്ലെങ്കിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ കൊച്ചുമോനായതുകൊണ്ടോ ഒരാൾ പ്രധാനമന്ത്രിയോ എന്തിനു പറയണ കളക്ടറോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. പ്രൊഫഷണൽ നോളജ്, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ഇതൊക്കെയാണ് വേണ്ടത്. ഈ തലമുറയ്ക്ക് വളരെയധികം ഒരു ഫോളോ ചെയ്യേണ്ടതായ, ശ്രദ്ധിക്കേണ്ടതായ വാക്കുകളാണ്. അത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നുന്നത് എന്നെക്കുറിച്ചാണ്, ഇതെന്നെക്കുറിച്ച് മാത്രമാണ്, ഇതെന്നെക്കുറിച്ച് തന്നെയാണെന്ന് തോന്നും. ഇതാണ് കുഴപ്പം. ഏതായാലും നമ്മുടെ വീരനായകനായ ഫീൽഡ് മാർഷൽ മനേക്ഷയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളാണ് കുമാർ ചെല്ലപ്പൻ സാർ എന്ന് പറഞ്ഞ അത്ഭുത പ്രതിഭ നമ്മളോട് പറഞ്ഞത്. ഏതായാലും കുമാർ സാറിൻ്റെ ഇത്തരം അനുഭവങ്ങൾ, ഓർമ്മകളൊക്കെ ഇന്ത്യ ലൈവ് ചാനലിൽ ഇനിയും നിരന്തരം വരുന്നുണ്ട്. നമ്മുടെ ചാനലിനൊപ്പം സഞ്ചരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ഇന്ന് തന്നെ അത് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകളുടെ ലിങ്കുകൾ, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാതെ പോകും. ഉറപ്പായും ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക.